മീൻ പൊരിക്കാം. അസി അപ്പം എല്ലാവർക്കും വെജിടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആഗോലി ഗ്രില്ല് ചെയ്യാണ്. അത് സാധാരണ ഗ്രില്ലിലല്ല, നമ്മൾ കല്ലിൽ ചെയ്യാണ്. അപ്പോൾ കല്ല് ചൂടാക്കിയിട്ട് ഇത് നമ്മൾ ഗ്രിൽ ചെയ്തെടുക്കുകയാണ്. നമുക്ക് ഫിഷ് ബാർബിക്യൂ എന്നൊക്കെ പറയലുണ്ട് ചിലർ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മളിത് നന്നായിട്ടൊന്ന് കേകി വരാം. അത് നമ്മൾ നന്നായിട്ടൊന്ന് കേകുക. നമ്മളിത് കഴുകി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാല പുരട്ടേണ്ടതുണ്ട്. അപ്പോൾ ഇതിനായിട്ട് ആവശ്യമായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ പുതിനയില, മല്ലിയില, അതേപോലെ ചെറുനാരങ്ങ, പിന്നെ ഇഞ്ചി, നമ്മുടെ ചീരാമുളക്, പിന്നെ സാധാരണ ഒരു മുളക്, അതേപോലെ വെളുത്തുള്ളി. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്യുന്നത് ആദ്യം അരയ്ക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മൾ മുളക്, മല്ലി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് തേച്ച് കൊടുക്കണം. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. എന്താ ഈ പൂച്ച? കുറച്ച് പീസ് എടുത്തിട്ട് നമ്മൾ ഇതിലിടുകയാണ്. പിന്നെ നമ്മൾ മല്ലിയില എടുക്കുക. പിന്നെ കുറച്ച് പീസ് അതിലിട്ടിട്ടുണ്ട്. അതുപോലെ പച്ചമുളക്, കുറച്ച് ഇഞ്ചി, കുറച്ചൊരു 4-5 വെളുത്തുള്ളി, പിന്നെ നമ്മുടെ കാന്താരി മുളക് അത്ര ഇടുക. അതിനുശേഷം ഒരു 3-4 നമ്മളെ കുരുമുളക്. ഇത് നന്നായിട്ട് നമ്മൾ ഒന്ന് അരച്ചു കൊടുക്കുക. ശേഷം നല്ല ചതഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് കുറച്ച് നാരങ്ങനീര് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത്തിരി മഞ്ഞൾപ്പൊടി, ഇത്തിരി മുളക് പൊടി, കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇതായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊന്ന് ലൈൻസ് ഇട്ട് കൊടുക്കുക.
നമ്മളെ മസാല നമ്മൾ ഇതിൽ തേച്ച് കൊടുക്കണം. മീൻ പൊരിക്കാം. അജിമാൻ ഇഷ്ടമാണ് മീന്? അജിമാൻ ഇഷ്ടമാണോ മീന്? ആ അതെ. എടുക്കണ്ട കേട്ടോ അത്. ആ അതന്നെ. ഇതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ നന്നായിട്ട് മസാല ആക്കി കൊടുക്കുക. അപ്പോൾ നമ്മളെ മസാല നന്നായിട്ടായിട്ടുണ്ട്. വേസ്റ്റ് ആവാത്ത രീതിയിൽ വേണ്ടിയത്ര നമ്മൾ എടുത്തിട്ടുള്ളൂ. നമ്മളൊരു 3 മണിക്കൂറോളം ഇങ്ങനെ വെക്കുക. മറിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഫിഷ് അത്യാവശ്യം നല്ലോണം ഇതിൻ്റെ മസാല ഒക്കെ പിടിച്ചിട്ടുണ്ട്. ഏകദേശം 3 മണിക്കൂറോളം ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഇങ്ങനത്തെ ഒരു നെറ്റ് വാങ്ങിക്കുകയാണ്. ഓക്കെ, എന്നിട്ടത് നമ്മളെ ഗ്രില്ലിൻ്റെ ഒരു ട്രേ ഉണ്ട്, അതിൽ ചെയ്യാണ് ചെയ്യുന്നത്. ഇഷ്ടിക വെച്ചിട്ട് ചെയ്യേണ്ടവർക്ക് 4 സൈഡിലും ഇഷ്ടിക വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ അതാണ് നമ്മളെ ട്രേ. അപ്പോൾ പോർട്ടബിളാണ്, നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ട് നടക്കാൻ പറ്റും. അപ്പോൾ നമ്മളെ സെറ്റപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം കുറച്ച് ചാർക്കോൾ ഞാൻ വാങ്ങിയായിരുന്നു, ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് കനലുണ്ടാക്കാം. അപ്പോൾ നമ്മൾ കല്ലിലാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ. വൈഫ് ഇങ്ങനെ നല്ലോണം കേക്ക് വൃത്തിയാക്കി തരാണ്. ഇപ്പോൾ കല്ല് ക്ലീൻ ആയിട്ടുണ്ട്. ഇനി നമ്മളെ ടാസ്ക് എന്ന് പറയുന്നത് തീ കത്തിച്ച് കനലുണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ പരിപാടി നോക്കുകയാണ്. അത് ഇഷ്ടമായോ കല്ല്? കർപ്പൂരം യൂസ് ചെയ്തിട്ട് നമുക്ക് കനലുണ്ടാക്കാം. മോനെ കുറച്ച് അങ്ങോട്ട് നിൽക്കും മോനെ, എന്നിട്ട് നോക്കിക്കോട്ടോ. മതി 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 കേട്ടോ. അപ്പോൾ നമ്മളെ കനൽ ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ഇത് വെക്കാൻ പോവാണ്. ആദ്യം കല്ല് വെച്ച് കൊടുക്കുകയാണ്. വൈറ്റ് തരാം. കല്ലിഞ്ഞ് നല്ലോണം ചൂടായി വരണം. അതാ വെച്ചിട്ടുണ്ട്.
ഈ കല്ല് ചൂടായാൽ മതി. അത് ഏകദേശം കത്തുന്നുണ്ട്. നമ്മളിനി നമ്മളെ ഫിഷ് വെച്ചെടുക്കാൻ പോവാണ്. ഓക്കെ അല്ലേ? വെക്കുന്ന എടുത്തേ. കുറച്ച് വെളിച്ചെണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഒരു ഏകദേശം 15 മിനിറ്റോളമായി ഇപ്പം ഇങ്ങനെ വെക്കുന്നു. വേവ് വന്നിട്ടില്ല, കനലായിട്ടുണ്ട്. പിന്നെയും നമ്മളിങ്ങനെ വെക്കുന്നതാണ്. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ ഒന്നുകൂടി ഇങ്ങനെ ടച്ച് ചെയ്തിട്ട്, വെളിച്ചെണ്ണോട് ടച്ച് ചെയ്തിട്ട് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കണം. ഏകദേശം എന്ത് വരുന്നുണ്ട്, നല്ല ചൂടുണ്ട്. തണുക്ക് ഫിഷ് ആവുന്നുണ്ട് കേട്ടോ. നോക്കട്ടെ, ആവുന്നുണ്ട് കേട്ടോ. മറ്റേ സൈഡും ആവണം, പിന്നെ ഒന്ന് ഫ്രൈ ആവണം. അജിമ ഒരു പാട്ട് പഠിക്കും. കുഞ്ഞിന് കുഞ്ഞ് വിശന്ന് കുഞ്ഞ് നീ തരുമോ നിന്നോട് കയ്യില് ഇല്ല ഇല്ല തരില്ലേ മീനെ നോക്ക് കല്ലൊന്നും തൊടാൻ പറ്റൂല കേട്ടോ, അത്രക്ക് ചൂടുണ്ട്.
അപ്പോൾ നേരിട്ട് നമ്മൾ ഗ്രില്ലിൽ ഫിഷ് വെക്കുന്നതിനേക്കാളും ചൂട് ഈ കല്ലിൽ നിൽക്കുന്ന പോലെ തോന്നുന്നുണ്ട്. ടേസ്റ്റ് എന്തായാലും വ്യത്യാസം ഉണ്ടാവും. ഞാൻ പോയിട്ടാണ് ഇനി ആക്കല്. മനസ്സിലായോ? അക്കി പോയിട്ട് ആദ്യം ഇനി ആക്കണം. ചെറുതായിട്ടൊരു തീയും കൂടി ഇതിൽ വന്നിട്ടുണ്ട്. ഈ തീ ഡയറക്റ്റ് ചെയ്താലും ഇതിലാവൂല, കാരണം കല്ലിന്റെ മുകളിലുള്ളതുകൊണ്ട്. മനസ്സിലാവും. ഇതാ നല്ല വേവ് ആയി വരുന്നുണ്ട്. പിന്നെ 2 പ്രാവശ്യം കൂടി തിരിച്ചിടുമ്പോഴൊക്കെ ഇത് റെഡിയാവും. അങ്ങനെ അജി എന്തായി മീന് വെന്തോ? രസമുണ്ടോ? രസമുണ്ടോ? ഉപ്പ രസമുണ്ടോ? സൂപ്പറാ? അവിടെ കണ്ടാൽ മനസ്സിലാവും നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മളിനി ഒരു 10 മിനിറ്റും കൂടി വെച്ചിട്ട് ഇത് എടുക്കുകയാണ്. ഈ ഭാഗം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി മറ്റേ ഭാഗം കൂടി നോക്കാം. അപ്പോൾ നല്ലോണം വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. 2 ഭാഗം നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല സ്മെല്ല് വരുന്നുണ്ട്. നല്ല ഗ്രില്ലായതിൻ്റെ സ്മെല്ലും പിന്നെ മസാലേൻ്റെ ഒക്കെ വരുന്നുണ്ട്. കൈയാണ് ഇങ്ങനെയാണ് കൈ. കല്ലൊക്കെ ഇതാ നന്നായിട്ട് കരിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും തൊടാനൊന്നും പറ്റൂല, നല്ല ചൂടാണ്. കനൽ കെട്ടിട്ടൊന്നുമില്ല. അങ്ങനെ 55 മിനിറ്റിന് ശേഷം നമ്മളെ ഗ്രിൽഡ് ഫിഷ് റെഡി ആയിട്ടുണ്ട്. അത് ആഗോലിയാണ്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ടേസ്റ്റ് ഉണ്ടോ? ഫിഷ് എങ്ങനെയുണ്ട്? ആണല്ലേ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മളെ ചാർക്കോളിൻ്റെ ആ ഫ്ലേവറൊക്കെ വന്നിട്ടുണ്ട്. അതേപോലെ നമ്മൾ തേച്ച മസാലേൻ്റെ ഫ്ലേവർ കയറിയിട്ടുണ്ട്. അമ്മനൊക്കെ ഒന്ന് കൊടുത്തോട്ടെ. ഉണ്ട് സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്. നല്ല ചാർക്കോൾ ഫ്ലേവർ ഉണ്ട്. അപ്പോൾ ഇതായിരുന്നു നമ്മൾ ഇന്നത്തെ വീഡിയോ. എല്ലാവരും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ. സംഭവം നല്ല ഡിമാൻഡ് തന്നെ തീരുന്നുണ്ട്. അപ്പോൾ മോന് ബ്രെഡ് വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ബ്രെഡും കൂടി കൂട്ടിയിട്ട് കൊടുക്കുകയാണ്.